Download now. CC Learning app. അതിന് പ്രകാരം തന്നെ 2026 ആദ്യ പകുതിയോടുകൂടി തന്നെ പരീക്ഷ നടക്കും. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ഒരു വർഷം എങ്ങനെ ഭംഗിയായിട്ട് ഉപയോഗിക്കണം, ഒരുപാട് പ്രൊമോഷൻ സാധ്യതകൾ, സാധാരണ LGSനേക്കാൾ കൂടുതൽ ശമ്പളം, ഇതൊക്കെയാണ് ഈ ഒരു തസ്തിക ഏറ്റവും കൂടുതൽ ഗ്ലാമറസ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. ഒരു കൃത്യംഗ സംഖ്യ തന്നിട്ട് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മൾ കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു നീങ്ങുകയാണ്. നിങ്ങൾ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരീക്ഷയുടെ കലണ്ടർ വന്ന പ്രകാരം നമുക്ക് ജൂലൈ മാസം പരീക്ഷ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ജൂലൈ മാസം എന്ന് പറയുമ്പോൾ വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങളിലേക്ക് അത് മാറുകയാണ്. വളരെ പ്രധാനപ്പെട്ട പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തന്നെ ഞാൻ കൃത്യമായിട്ട് കമ്പനി ബോർഡ് LGS പരീക്ഷ എന്ന് നടക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. അതിന് പ്രകാരം തന്നെ 2026 ആദ്യ പകുതിയോടുകൂടി തന്നെ പരീക്ഷ നടക്കും. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ഒരു വർഷം എങ്ങനെ ഭംഗിയായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് പ്രിപ്പറേഷൻ നടത്തി മുമ്പോട്ട് പോയ ഒരുപാട് പേരുണ്ട്. അവരുകൂടി നിങ്ങളുടെ കൂടെ എക്സാം ഹാളിലേക്ക് വരികയാണ്. ഇത്തവണ കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പത്തെ കമ്പനി ബോർഡ് LGS പരീക്ഷ നിന്ന് വിഭിന്നമായിട്ട് 2 ലക്ഷത്തോളം ആളുകൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു 5 ലക്ഷം മുതൽ 5.5 ലക്ഷം വരെ ഉദ്യോഗാർത്ഥികളെയാണ് എക്സാം ഹാളിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി അതിൽ കുറവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പഠിക്കുന്ന വ്യക്തികൾക്ക് വലിയൊരു അവസരവുമായിട്ടാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന തസ്തിക നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഏകദേശം 2500 മുതൽ 3000 വരെ നിയമനങ്ങൾ നടത്തുന്ന കേരള PS നടത്തുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS പരീക്ഷ. ഒരുപാട് നിയമന സാധ്യതകൾ, ഒരുപാട് പ്രൊമോഷൻ സാധ്യതകൾ, സാധാരണ LGSനേക്കാൾ കൂടുതൽ ശമ്പളം, ഇതൊക്കെയാണ് ഈ ഒരു തസ്തിക ഏറ്റവും കൂടുതൽ ഗ്ലാമറസ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പിഴവുകൾ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ആദ്യം മുതലേ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്, എങ്ങനെ പഠിക്കുമ്പോഴാണ് റാങ്ക് ലിസ്റ്റിൽ ആദ്യ ഭാഗത്തേക്ക് വന്നുകൊണ്ട് നിങ്ങൾക്ക് ജോലി ലഭ്യമാകുവാൻ സാധിക്കുന്നത്, എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും പല പല വീഡിയോ ക്ലാസ്സുകളിലായിട്ട് നിങ്ങളെ പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് 2026 എഴുതാൻ പോകുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട 10th ലെവൽ പരീക്ഷ കമ്പനി ബോർഡ് LGS പരീക്ഷ. അവിടെ ഒരു പ്രിലിംസിന്റെ പരീക്ഷയും ഒരു മെയിൻസിന്റെ പരീക്ഷയും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് 80 മാർക്കിന്റെ GKയും 20 മാർക്കിന്റെ മാത്സുമാണ്. മെയിൻസിന്റെ പരീക്ഷയിലേക്ക് പോകുമ്പോൾ അതേ സിലബസിൽ മറ്റൊരു പരീക്ഷ. അപ്പോൾ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്ന ജോലി യാഥാർത്ഥ്യമാകുവാൻ പോവുകയാണ്. ആ സ്വപ്ന ജോലിയിലേക്കുള്ള നമ്മുടെ പ്രയാണമാണ് പരിശ്രമങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് നിങ്ങളെ പിറകോട്ട് വലിക്കാൻ ഒക്കെ ഉണ്ടാവും. അതായത് പഠിച്ചിട്ട് കാര്യമില്ലെന്നും അതും ഇതൊക്കെ പറയാൻ ഒരുപാട് പേരുണ്ടാവും. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കുറച്ചധികം ആൾക്കാർ പോകാറുണ്ട്. ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഇത്തരത്തിലെ ഒരുപാട് വാക്കുകൾ കേട്ടുകൊണ്ട് ഡൈവേർട്ടഡായി പോകുന്ന ആളുകളുണ്ട്. പിന്നെ പഠനം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ഒരു ഇന്റൻസിറ്റി നഷ്ടപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് ആ ഒരു ദൗത്യം ഉപേക്ഷിച്ചുകൊണ്ട് പിൻവാങ്ങുന്ന ഒരുപാട് പേരുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ ആദ്യത്തെ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 30% താഴെ ഉദ്യോഗാർത്ഥികൾ മാത്രമായിരിക്കും അന്ന് അവരെങ്ങനെയാണോ പഠിച്ചത് അതിന്റെ ഇന്റൻസിറ്റി കൂട്ടി അവര് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന. അവരുടെ മുമ്പില് ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഇല്ല, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരും ഇല്ല. അവർ വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ പോയി പരീക്ഷ എഴുതും, അവർ നോക്കും അവരുടെ മാർക്ക്. എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കും. അവിടുന്ന് ആ 30% ആൾക്കാരാണ് റാങ്ക് ലിസ്റ്റിലെ ആദ്യ ഭാഗത്ത് പേരുകൾ ഉറപ്പിക്കുന്നത്. ആ 30% ആളുകൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. മക്കളെ, അവര് പല പല റാങ്ക് ലിസ്റ്റുകളിൽ അവരുടെ പേരുകൾ ഉണ്ടാവും. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ആ റാങ്ക് ലിസ്റ്റ് ആദ്യം കിടക്കുന്ന ആളുകൾ
ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റുകളിലാണെങ്കിലും ഇതിനിടയിൽ വരുന്ന റാങ്ക് ലിസ്റ്റുകളിലാണെങ്കിലും അവരുടെ പേരുകൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ റാങ്കുകൾ പരിശോധിച്ചാൽ ഉണ്ടാകും. അത് അവര് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുകയും നെഗറ്റീവായിട്ട് പറയുന്ന ആളുകളിൽ നിന്ന് മാറി നിന്നത് കൊണ്ടുമാണ് അവരുടെ ലക്ഷ്യം അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയത് കൊണ്ട് അവർക്ക് പല റാങ്ക് ലിസ്റ്റുകളിലെ ആദ്യം എത്തുവാൻ സാധിച്ചു. ആ പല റാങ്ക് ലിസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി അവർക്ക് തിരഞ്ഞെടുക്കുവാനും സാധിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ ലൈഫ് പോകുന്നത്. നിങ്ങൾ ആ 30% എത്തണം. ആ 30% എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ഭംഗിയോടുകൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സോ ഈ ഒരു പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നീങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മാത്സിനകത്ത് 20 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ആ 20 ചോദ്യങ്ങളുടെ നിലവാരം എന്ന് പറയുന്നത് നമ്മുടെ സിലബസിനകത്തേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുമ്പോൾ ഒരു 7ാം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ പരീക്ഷയുടെ നിലവാരത്തിൽ ചോദിച്ചു പോയ ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കി ഏതറ്റം മുതൽ ഏതറ്റം വരെ പരീക്ഷയ്ക്ക് ചോദിക്കാം എന്ന് മനസ്സിലാക്കി ആ ബ്ലൂ പ്രിന്റിൽ നിന്നും നമ്മൾ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവന് മാത്സിനകത്തെ മുഴുവൻ മാർക്കും വാങ്ങിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ. മുൻ വർഷങ്ങളിൽ ചോദിച്ചു പോയ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സംഖ്യകളിലെ മക്കളെ 1ന്റെ സ്ഥാനത്ത് 3 വരുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. 1ന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനമാണ്. ഒറ്റയുടെ സ്ഥാനം കണ്ടുപിടിക്കാൻ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരു കൃത്യംഗ സംഖ്യ തന്നിട്ട് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്, കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. ഒരു കൃത്യംഗ സംഖ്യ തന്നിട്ട് ഒരു കൃത്യംഗ സംഖ്യ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയിട്ട് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ചെയ്യേണ്ട പരിപാടി കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. എല്ലായ്പ്പോഴും കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. ആ ശിഷ്ടം എടുത്തിട്ട് പുതിയ പവറായിട്ട് അങ്ങ് വെച്ചാൽ മതി. ഏത്? നിങ്ങൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു ശിഷ്ടം കിട്ടത്തില്ലേ, ആ ശിഷ്ടത്തിനെ പുതിയ പവറായിട്ട് അങ്ങ് വെക്കുക എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ചോദ്യകർത്താവ് ചോദിച്ചത് ഈ 4 കൃത്യംഗ സംഖ്യകൾ പരിശോധിക്കുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 3 വരുന്നവൻ ആര്, 1ന്റെ സ്ഥാനത്ത് 3 വരുന്നവൻ ആര്, അല്ലെങ്കിൽ അവസാനത്തെ അക്കം 3 വരുന്നവൻ ആര്? ഇതാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന കൃത്യംഗ സംഖ്യ ഏതാ? 7:33. മക്കളെ എടാ 33നെ 4 കൊണ്ട് ഹരിക്കുക. 33നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 8 4 32. ശിഷ്ടം എത്ര? ശിഷ്ടം 1 വരും. ആ ശിഷ്ടം എടുത്തിട്ട് പുതിയ പവറായിട്ട് വെക്കുക. ആ ശിഷ്ടം എടുത്തിട്ട് പുതിയ പവറായിട്ട് വെക്കണം. അപ്പോൾ 33ന് പകരം നിങ്ങൾ എന്തെഴുതണം? 1 എഴുതണം. 7:1 എന്ന് പറഞ്ഞ 7 അല്ലേ? അപ്പോൾ 7:33 എന്ന് പറയുന്ന കൃത്യംഗ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ അവസാനത്തെ അക്കം അല്ലെങ്കിൽ 1ന്റെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് ഉത്തരം 7 ആണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് വരേണ്ടത് 3 അല്ലേ? എടാ പിള്ളേരെ, നമുക്ക് വരേണ്ടത് 3 അല്ലേ? അപ്പോൾ എ അല്ല എന്ന് മനസ്സിലായില്ലേ? അടുത്തത് പോകും. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരിക. പഴയതുപോലെ തന്നെ കൃതിയായ 34നെ 4 കൊണ്ട് ഹരിക്കുക. 34നെ 4 കൊണ്ട് ഹരിച്ചാല് 8 4 32. ശിഷ്ടം 2 വരും. ശിഷ്ടം 2. അതിനെ പുതിയ പവറായിട്ട് വെക്കുക. 34ന് പകരം നിങ്ങൾ 2 എഴുതിക്കൂ. 7:2. 7ന്റെ സ്ക്വയർ. എടാ പിള്ളേരെ, 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 × 7 49. 49ന്റെ അവസാനത്തെ അക്കം, ലാസ്റ്റ് ഡിജിറ്റ്, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, 1ന്റെ സ്ഥാനത്തെ അക്കം മാത്രം മതി. 49 എഴുതണ്ട. അവസാനത്തെ അക്കം 9. അപ്പോൾ 7:34 1ന്റെ സ്ഥാനത്തെ അക്കം എത്ര എന്ന് ചോദിച്ചാൽ 9.
3 വരുന്നവൻ ആരാണ്? അപ്പൊ ബി അല്ല. അടുത്തത് 35 ആണ് കിടക്കുന്ന പവർ. 35നെ 4 കൊണ്ട് ഹരിക്കുക. എടാ 35നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് 8 4 32, ശിഷ്ടം 3 വരും. ശിഷ്ടം 3 വരും. ആ കിട്ടിയ ശിഷ്ടമുണ്ടല്ലോ, അതിനെ പുതിയ പവറായിട്ട് പരിഗണിക്കുക. കിട്ടിയ ശിഷ്ടം പുതിയ പവറായിട്ട് പരിഗണിക്കുക. അങ്ങനാണെങ്കിൽ ദാ പിടിച്ചു, 7 ആ ശിഷ്ടം പുതിയ പവറായിട്ട് വെച്ചു 7/3. അതായത് 7നെ 3 തവണ ഗുണിക്കുക. കയ്യിൽ ഗുണിച്ചാൽ മതി. 7 × 7 എത്ര? 7 × 7 49 അല്ലേ? 49 പകരം 9 എന്ന് പറഞ്ഞാൽ മതി. കാരണം അവസാനത്തെ അക്കം മാത്രം മതി. അപ്പോൾ 49 പകരം 9 പറയുക. ആ 9നെ വീണ്ടും 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 9 × 7 9 7 63. അവസാനത്തെ അക്കം 3 വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറയും, സാറേ 7ന്റെ ക്യൂബ് 343 ആണല്ലോ, അങ്ങനെ ചെയ്യണോ? വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ സമയം പോകുന്ന പരിപാടിയാ. ഒന്നുമില്ല. 7 7 എത്ര? 49. 49 എന്ന് പറഞ്ഞാൽ 9 അല്ലേ? ആ 9നെ വീണ്ടും 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 9 7 63. 63 എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഡിജിറ്റ് 3. അപ്പോൾ 7/35 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ 1ന്റെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് 3 ആണ്. ചോദ്യകർത്താവ് ചോദിച്ചത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 3 വരുന്നവൻ ആര്? ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു പോയിന്റും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ശിഷ്ടം എപ്പോഴെങ്കിലും 0 വരികയാണെങ്കിൽ, നടേ ഇപ്പൊ 36 വന്നു. 36നെ 4 കൊണ്ട് ഹരിച്ചാലേ ശിഷ്ടം നമുക്ക് എത്ര കിട്ടുന്നത്? 0 അല്ലേ? ശിഷ്ടം 0 കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഒരു എക്സെപ്ഷൻ ആണ്. ശിഷ്ടം 0 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പവർ 4 എന്ന് എടുക്കണേ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശിഷ്ടം 0 കിട്ടുമ്പോൾ പവർ 4 എന്ന് എടുക്കുക. ശിഷ്ടം 0 കിട്ടുമ്പോൾ പവർ 4 എന്നെടുക്കണം. അങ്ങനാണെങ്കിൽ മക്കളെ 9/36ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്ന് ചോദിച്ചാൽ 36നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 അല്ലേ? ശിഷ്ടം 0 വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പവർ 4 എന്ന് എടുക്കണം എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ 9/4 എന്നായില്ലേ? 9നെ 4 തവണ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ കയ്യിൽ ഗുണിച്ചാൽ മതി. 9 × 9 എത്ര? 81. 81ന് പകരം 1 എന്ന് പറയേ. ആ 1നെ വീണ്ടും 9 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 1 × 9 9. ആ 9നെ വീണ്ടും 9 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 9 × 9 81. അവസാനത്തെ ഡിജിറ്റ് 1. അപ്പൊ ആൻസർ 1 എന്ന് വരും. അപ്പോൾ ഒരു മാർക്ക് അങ്ങ് ഉറപ്പിച്ചോ. LGSന്റെ പരീക്ഷയ്ക്ക് ഒരു മാർക്ക് ദാ പിടിച്ചോ. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം എത്രയാണോ വരുന്നത് അത് പുതിയ പവറായിട്ട് വെക്കുക. എപ്പോഴെങ്കിലും ശിഷ്ടം 0 കിട്ടുവാണെങ്കിൽ മാത്രം പവർ 4 എന്ന് എടുക്കുക. പോയിന്റ് സെറ്റ്. ഒരു മാർക്കാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം പ്രീവിയസാ, എല്ലാം പ്രീവിയസാ. അപ്പൊ ഒരു മാർക്ക് അങ്ങ് ഉറപ്പിച്ചു അവിടെ. കാരണം സ്ഥിരം ചോദ്യം ആയതുകൊണ്ട് ആ ഒരു ചോദ്യം പഠിച്ച ഒരു മാർക്ക് കിട്ടും. കണ്ട് ഇങ്ങനെ പഠിക്കേണ്ടത്. അടുത്തത് 24 സെന്റിമീറ്റർ നീളമുള്ള ഒരു വയറ് വളച്ചുണ്ടാക്കുന്ന ചതുരത്തിന്റെ പരമാവധി പരപ്പളവ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ LGSന്റെ പരീക്ഷകളിലെ ജോമെട്രി വിഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാമോ? സിലബസിൽ ഇല്ല, ശരിയാണ്. പക്ഷേ ചില പരീക്ഷകളിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും മുൻ വർഷങ്ങളിൽ ചോദിച്ചു പോയ ചോദ്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. അത് ഉപകാരപ്പെടും. അല്ലാതെ വരില്ല എന്നൊരിക്കലും ഉറപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് സിലബസിനകത്തില്ലെങ്കിൽ പോലും മുൻ വർഷങ്ങളിൽ അവര് അത്ര മേഖലകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മക്കളെ ആ ചോദ്യങ്ങൾ കൂടി ഒന്ന് പഠിച്ചു വെച്ചാൽ വലിയ ഉപകാരമായിരിക്കും. സോ അത്തരത്തിൽ വന്നൊരു ചോദ്യം. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ചതുർഭുജം എന്ന് പറയുന്ന വാക്ക്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ചതുർഭുജം. ചതുർഭുജം എന്ന് പറഞ്ഞാൽ അർത്ഥം
4 വശങ്ങളുള്ള ദ്വിമാന രൂപങ്ങളെ പറയുന്ന പേരാണ് ചതുർഭുജം. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? 4 വശങ്ങളുള്ള ദ്വിമാന രൂപങ്ങളെ പറയുന്ന പേരാണ് ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അപ്പൊ നിങ്ങൾ പറയും, സാറേ ചതുർഭുജം എന്ന് പറഞ്ഞ 4 വശം. അപ്പൊ ചതുർഭുജങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? ചതുരമുണ്ട്, അതേപോലെ സമചതുരമുണ്ട്, സമചതുരത്തിന് 4 വശമാണ്. അതേപോലെ സാമാന്തരികം എന്ന് പറയുന്ന ഒരു വശമുണ്ട്, അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഉണ്ട്. സാമാന്തരികത്തിനാകെ 4 വശമാണുള്ളത്. അടുത്തത് സമഭുജ സാമാന്തരികം എന്ന് പറയുന്ന മറ്റൊരു ഷേപ്പ് ഉണ്ട്, അതിനും 4 വശങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റൊരു ഷേപ്പാണ് ലംബകം അല്ലെങ്കിൽ ട്രപ്പീസിയം എന്ന് പറയുന്ന ഷേപ്പ്. ഇത്തരം ഷേപ്പുകളുടെ എല്ലാം പ്രത്യേകത 4 വശങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചതുരം, സമചതുരം, സാമാന്തരികം, സമഭുജ സാമാന്തരികം, ലംബകം. ചതുരം, സമചതുരം, സാമാന്തരികം, സമഭുജ സാമാന്തരികം, ലംബകം. എല്ലാത്തിനും 4 വശങ്ങൾ മാത്രമേ ഉള്ളൂ. ഓർത്തിരിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്, ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ എഴുതിയിട് ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ പരപ്പളവുള്ള രൂപം ഏത്? ഉത്തരം സമചതുരം. എഴുതിയിട് ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ പരപ്പളവുള്ള രൂപമേത്? ഉത്തരം സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ ആണ്. ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള രൂപമേത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരപ്പളവുള്ള രൂപമേതെന്ന് ചോദിച്ചാൽ ഉത്തരം സമചതുരം എന്ന് എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ഒരേ ചുറ്റളവുള്ള ദ്വിമാന രൂപങ്ങളിൽ ഏറ്റവും കൂടുതൽ പരപ്പളവുള്ള രൂപം ഏതെന്ന് ചോദിച്ചാൽ, എടാ കുഞ്ഞുങ്ങളെ, ഒരേ ചുറ്റളവുള്ള ദ്വിമാന രൂപങ്ങളിൽ ഏറ്റവും കൂടുതൽ പരപ്പളവുള്ള രൂപം ഏതെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഉത്തരം വൃത്തമാണ് എഴുതേണ്ടത്. അപ്പോൾ ഒരേ ചുറ്റളവുള്ള ദ്വിമാന രൂപങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള രൂപം ഏതെന്ന് ചോദിച്ചാൽ വൃത്തം. ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിലെ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള രൂപം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം സമചതുരം. ഈ 2 ചോദ്യങ്ങളിലെ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് 2 ഓർത്തു വെച്ചേക്കണം. ഇനി 24 സെന്റിമീറ്റർ നീളമുള്ള ഒരു വയറ് കണ്ടോ, അതിനെ പിടിച്ച് ഒരു ചതുരമാക്കി. അപ്പോൾ പരമാവധി പരപ്പളവ് എത്ര? ചോദ്യം പരമാവധി പരപ്പളവ് എത്ര എന്നാ. അപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കും, സാറേ 24 സെന്റിമീറ്റർ നീളമുള്ള ഒരു വയറ്, അതിനെ പിടിച്ചു വളച്ചു കഴിയുമ്പോൾ ഒരു ചതുരമുണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പരമാവധി പരപ്പളവ് കിട്ടണം എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിക്കേ, പരമാവധി പരപ്പളവ് കിട്ടണമെങ്കിൽ ആ ഷേപ്പ് ഉറപ്പായിട്ടും സമചതുരമായിരിക്കും. അതെങ്ങനെ മനസ്സിലായി? എടാ, മാക്സിമം ഏരിയ, പരമാവധി ഏരിയ കിട്ടണമെങ്കിൽ അതെന്ത് ഷേപ്പ് ആയിരിക്കണമെന്ന് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്? അത് സമചതുരമായിരിക്കണം. സമചതുരമായിരിക്കണം. അപ്പൊ ഉറപ്പിച്ചു, ഷേപ്പ് എന്ന് പറയുന്നത് സമചതുരമാണ്. അതായത് എല്ലാ വശങ്ങളും തുല്യമായ ഷേപ്പാണ്. ആണേ, സമചതുരമാണ്. ഞാൻ വരച്ചതിന്റെ മിസ്റ്റേക്കാണ്. സമചതുരമാണ് ആ സാധനം. ഇനി ഈ സമചതുരത്തിന്റെ 24 സെന്റിമീറ്റർ നീളമുള്ള വയറാണിത്. 4 വശം തുല്യമാ. എടാ, 4 വശം തുല്യമാ. 24 സെന്റിമീറ്റർ നീളമുള്ള ഒരു വയർ വളച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോ വശവും 6 സെന്റിമീറ്റർ വെച്ചായിരിക്കത്തില്ലേ? 6, 6, 6, 6. കണ്ടോ? 6, 6, 12, 12, 6, 18, 18, 6, 24 സെറ്റ്. അപ്പോൾ നമുക്ക് 24 സെന്റിമീറ്റർ നീളമുള്ള ഒരു വയറ് വളച്ചു കഴിഞ്ഞാല് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഷേപ്പിന് പരമാവധി ഏരിയ വരണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? അതൊരു സമചതുരമായിരിക്കണം. അപ്പം സമചതുരമാണെന്ന് മനസ്സിലായി. വശം എത്ര? വശം 6 സെന്റിമീറ്റർ ആണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ കയറിപ്പിടി, ഇതിന്റെ പരപ്പളവ് എത്ര എന്ന ചോദ്യം. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ സൈഡ് ഇൻറ്റു സൈഡ്
സമചതുരത്തിന്റെ പരപ്പളവ് സൈഡ് ഇൻറ്റു സൈഡ്. 6 കൂടെ ഗുണിച്ച എത്ര? 6 കൂടെ ഗുണിച്ച 36. ഉത്തരം 36 ചതുരശ്ര സെന്റിമീറ്റർ. ക്ലിയർ ആണോ? ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ സൈഡ് ഇൻറ്റു സൈഡ്. അതേപോലെ ചുറ്റളവ് കണ്ടുപിടിക്കണമെങ്കിൽ 4a, അത് രണ്ടും എഴുതിയെടുത്തു. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ a² ആണ് ഇക്വേഷൻ. ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 4a ആണ് ഇക്വേഷൻ. അതേപോലെ വികർണം തന്നിട്ട് വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇക്വേഷൻ d²/2. d എന്ന് പറഞ്ഞ ഡയഗണൽ വികർണം. അപ്പോൾ വികർണം തന്നതിന് ശേഷം വിസ്തീർണം കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ വികർണത്തിന്റെ സ്ക്വയർ എടുക്കുക, പകുതി എടുക്കുക. d²/2 എന്ന് നിങ്ങൾ വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറെ അധികം കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും നമ്മൾ പതിയെ കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. A14C എന്നത് തുക 42 വരുന്ന തുടർച്ചയായ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകളാണ്. അപ്പൊ സമാന്തര ശ്രേണി എന്താണെന്ന് അറിയണം. A-5, 14, A+C എന്നിവ സമഗുണിത ശ്രേണിയിലാണ്. അപ്പോ നിങ്ങൾ സമഗുണിത ശ്രേണി എന്താണെന്നും അറിയണം. ഒന്നാമത്തെ പോയിന്റ്, എടാ കുഞ്ഞുങ്ങളെ, സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഖ്യ ആദ്യം അങ്ങോട്ട് എഴുതി വെക്കണം. എക്സാമ്പിൾ 9. അതിൻ്റെ കൂടെ ഒരു നിശ്ചിത സംഖ്യ അങ്ങോട്ട് കൂട്ടുക. നമുക്കൊരു കാര്യം ചെയ്യാം, വെറുതെ 9ന്റെ കൂടെ 6 കൂട്ടി എത്ര? 9ന്റെ കൂടെ 6 കൂട്ടിയാൽ 15. ആ 15ന്റെ കൂടെ 6 കൂട്ടിയാൽ എത്ര? 15ന്റെ കൂടെ 6 കൂട്ടിയാൽ 21. 21ന്റെ കൂടെ 6 കൂട്ടിയാൽ എത്ര? 21ന്റെ കൂടെ 6 കൂട്ടിയാൽ 27. ദാണ്ട കുഞ്ഞുങ്ങളെ, ഇങ്ങനെ പോകുന്ന സംഖ്യകളുടെ കൂട്ടത്തിന് പറയുന്ന പേരാണ് സമാന്തര ശ്രേണി. സമാന്തര ശ്രേണി, സമാന്തര ശ്രേണി. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, അപ്പോ സാറേ സമഗുണിത ശ്രേണി എന്ന് പറഞ്ഞാൽ എന്തുവാ? ദാണ്ടേ ഇതുപോലെ തന്നെ ഒരു സംഖ്യ എഴുതണം. നമ്മളിപ്പോ 9 അങ്ങോട്ട് എഴുതി വെച്ചു. ഇനി ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുക. 9നെ നമുക്ക് 2 കൊണ്ട് ഗുണിക്കാം. എടാ പിള്ളേരെ, 9നെ 2 കൊണ്ട് ഗുണിച്ച എത്ര? 9 × 2 18. ആ 18നെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കുക. 18 × 2 36. ആ 36നെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കുക. 36 × 2 72. കണ്ടോ? ഇങ്ങനെ പോകുന്ന ശ്രേണിയെ പറയുന്ന പേരാണ് സമഗുണിത ശ്രേണി അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയും. അപ്പോൾ ഒരു സംഖ്യയുടെ കൂടെ ഒരു നിശ്ചിത സംഖ്യ കൂട്ടിക്കൂട്ടി പോവുകയാണെങ്കിൽ സമാന്തര ശ്രേണി, ഗുണിച്ചാണ് പോകുന്നതെങ്കിൽ അതിനെ പറയുന്ന പേര് സമഗുണിത ശ്രേണി, ജോമെട്രിക് പ്രോഗ്രഷൻ. അപ്പൊ 2 കാര്യങ്ങൾ മനസ്സിലായ? അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ആണേ ചോദ്യകർത്താവ് പറയുന്നു, ആ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകൾ എന്നിവ സമഗുണിത ശ്രേണിയിലാണെങ്കിൽ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നാണ് ചോദ്യം. ആ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ A14C ആണ്. അപ്പോൾ മിഡിൽ നമ്പർ എന്തായാലും 14 ആണെന്ന് മനസ്സിലായി. എല്ലായിടത്തും 14 ആണ്. അപ്പൊ നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്ന ഒന്നുമില്ല. ഓക്കെ ആണേ. ഇനി അടുത്തത് 6ന്റെ കൂടെ 8 കൂട്ടിയാൽ 14, 14ന്റെ കൂടെ 8 കൂട്ടി 22, AP ആ. 10ന്റെ കൂടെ 4 കൂട്ടിയാൽ 14, 14ന്റെ കൂടെ 4 കൂട്ടിയാൽ 20 വരുമോ? 10ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ 14, 14ന്റെ കൂടെ 4 കൂട്ടിയാൽ 18 അല്ലേ വരേണ്ടത്? അപ്പൊ അത് AP അല്ല. സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകൾ. അപ്പൊ ഇത് സമാന്തര ശ്രേണി അല്ലടാ, അല്ല. 8 6 14, 14 6 20 സെറ്റ്. 12 2 14, 14 2 16. ഓക്കെയാ, കുഴപ്പമൊന്നുമില്ല, അതും സമാന്തര ശ്രേണിയാണ്. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ആണോ ആൻസർ നോക്കാം. 6 14 22 ആണെന്ന് കരുതാം. അപ്പൊ സ്വാഭാവികമായിട്ടും മക്കളെ
എയുടെ വില 6 ആണെന്ന് മനസ്സിലായി. അതേപോലെ സിയുടെ വില എന്ന് പറയുന്നത് 22 ആണെന്ന് മനസ്സിലായി. 6, 14, 22. എയുടെ വാല്യൂ 6 ആണ്, സിയുടെ വാല്യൂ 22 ആണ്. ഓക്കെയാണ്. ഇനി എയിൽ 5 കുറയ്ക്ക്. 6 5 കുറച്ചാൽ 1, അടുത്തത് 14. ഇനി എയും സിയും കൂടെ കൂട്ട്, 22 6 കൂടെ കൂട്ടിയാൽ 28. ഇത് ഒരു സമഗുണിത ശ്രേണിയിലാണോ? അല്ല. കാരണം 1നെ 14 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 14 കിട്ടുന്നത്. പിന്നെ 14നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് സെയിം നമ്പർ കൊണ്ട് തന്നെ ഗുണിച്ചു പോകണം. അപ്പോൾ ഇത് സമഗുണിത ശ്രേണി വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എ ഓപ്ഷൻ അല്ല ആൻസർ. അപ്പൊ നമ്മൾ സി ചെക്ക് ചെയ്യാം, ഡി ചെക്ക് ചെയ്യാം. സിയിലേക്ക് ഞാൻ പോകുന്നു. സി ആണെങ്കിൽ പിടിച്ചോ, എയുടെ വാല്യൂ 8 അങ്ങ് എടുക്കാം. സിയുടെ വാല്യൂ 20 ആണെന്ന് നമുക്ക് കരുതാം. പഴയതുപോലെ എയിൽ 5 കുറയ്ക്ക്. 8 5 കുറച്ചാൽ 3, ശേഷം 14 എഴുതി. എയും സിയും കൂടെ കൂട്ട്, 20 8 കൂടെ കൂട്ടിയാൽ 28. എടാ 3, 14, 28 സമഗുണിത ശ്രേണിയാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് എ അല്ലെന്ന് മനസ്സിലായി, ബി അല്ലെന്ന് നേരത്തെ മനസ്സിലായി, സിയും അല്ലെന്ന് മനസ്സിലായി. എയും ബിയും സിയും അല്ലെന്നുണ്ടെങ്കിൽ ആൻസർ ഏതാ? ഡി അല്ലേ? അല്ലെങ്കിൽ ഞാൻ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം. എയുടെ വാല്യൂ 12 എടുത്തു. അടുത്ത സിയുടെ വാല്യൂ 16, അതും എഴുതി വെച്ചു. എയിൽ 5 കുറയ്ക്ക്. 12 5 കുറച്ച 7 അല്ലേ? എഴുതി. 14 അതുപോലെ തന്നെ എഴുതി. എയുടെ കൂടെ സി കൂട്ട്, 12 16 കൂടെ കൂട്ടിയാൽ എത്ര? 28. ഇനി നോക്കിക്കേ, ഇപ്പോ കിട്ടിയത് സമഗുണിത ശ്രേണിയാണോ? 7 2 14, 14 2 28. സെറ്റ് അല്ലേ? അപ്പോൾ ഇത് സമഗുണിത ശ്രേണിയായിട്ട് വന്നില്ലേ? അപ്പോൾ സമാന്തര ശ്രേണിയിൽ വരേണ്ടവന്മാർ ആരാ? 12 14 16 ആണെന്ന് നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലായിരിക്കുകയാണ്. കണ്ടോ? ഇങ്ങനെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ കുറെ അധികം മുൻവർഷ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ പരീക്ഷാ പേടി നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. പരീക്ഷാ പേടി ഒഴിവാക്കുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് കൂടുന്നത്. കോൺഫിഡൻസ് കൂടുമ്പോൾ സാധാരണ നമുക്കൊരു 5 മാർക്ക് കൂടെ കൂടുതൽ കിട്ടും. കാരണം എന്താ? കോൺഫിഡൻസ് കൂടുമ്പോൾ മാനസിക സമ്മർദ്ദങ്ങൾ കുറയും. മാനസിക സമ്മർദ്ദങ്ങൾ കുറയുമ്പോൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ സെറ്റായിട്ടിരിക്കും. അപ്പൊ അത് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും. മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ പഠിച്ച പല കാര്യങ്ങളും മറന്നുപോകും. പഠിച്ച പല കാര്യങ്ങളും മറന്നുപോയാൽ പരീക്ഷയ്ക്ക് അത് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സ്ഥിരമായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ ചെയ്തു പഠിച്ച് അവന്മാരുടെ കൂടെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവന്മാരുടെ കൂടെ നിൽക്കണം. അവന്മാരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ ചതിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് മുൻവർഷ ചോദ്യങ്ങൾ ചെയ്തു പഠിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഒരു ക്ലാസ് നിങ്ങളുടെ മുമ്പിലേക്ക് അറേഞ്ച് ചെയ്തത്. ഈ വീഡിയോ ഒരുപാട് നീണ്ടു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതുപോലെ മുൻവർഷ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുന്നതിന്റെ മാത്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കമ്പനി ബോർഡ് എൽജിഎസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ എത്തിക്കുക. അതേപോലെ തന്നെ കമ്പനി ബോർഡ് എൽജിഎസ് പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ 10th ലെവൽ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് CCയിലെ. ആ ബാച്ചുകളുടെ പ്രത്യേകത, നിങ്ങളെ ഒരു മെന്റർ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും. അതായത് ഇന്ന് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾക്കൊരു കോള് വരും, ഇന്ന ടോപ്പിക്ക് പഠിക്കണം, നാളെ അതിന്റെ പരീക്ഷയാണ്, ഇന്ന് വൈകുന്നേരം ഇന്ന സബ്ജക്റ്റിന്റെ ലൈവ് ക്ലാസ് ഉണ്ട്, അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ആപ്പിനകത്തെ ഇന്ന ക്ലാസ്സുകൾ കണ്ടിട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് 6 മാസം ഇല്ല നമുക്ക് പരീക്ഷയ്ക്ക്. നേരത്തെ ആയിരുന്നെങ്കിൽ 6 മാസം 4 മാസം 3 മാസം എന്നൊക്കെ പറയാം. ഈ ലിമിറ്റഡ് സമയത്തിനുള്ളില് ഈ പറയുന്ന പ്രിലിംസിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഏറ്റവും പുതിയ ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും നിങ്ങൾ മടിച്ചിരിക്കേണ്ട. ഏറ്റവും പുതിയ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും സജ്ജരാകുക. ഇനിയും നിങ്ങൾക്ക് അവിടെ സമയം അവസാനിച്ചിട്ടില്ല. വലിയ സാധ്യതയാണ് കമ്പനി ബോർഡ് എൽജിഎസ് എന്ന് പറയുന്ന പരീക്ഷ. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് മുമ്പോട്ട് പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്ത് സജഷൻ ഉണ്ടെങ്കിലും അത് ഉറപ്പായിട്ടും പരിഹരിച്ചുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. അതുവരെ ബൈ.